റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. قال الله عز وجل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جنات تجري من تحتها الأنهار إني جئت بأربع يرمينني وسمام كسر ما لها تفطير إبليس والدنيا ونفسي والورى يا ربي عند الخلاص كبير. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതിപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാശതാമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. വരിയിലിരിക്കുന്ന ആദരണീയമായ ഉസ്താദുമാർ, മറ്റ് സഹപാഠി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നാം ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിന്റെ പ്രത്യേകത നാം ഓരോരുത്തർക്കും പറയാതെ തന്നെ അറിവുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, അങ്ങ് മദീന മുനവ്വറയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പാരിജാത പുഷ്പം നമ്മുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. ആ ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന കാര്യപരിപാടിയിൽ സ്വർഗം എന്നാൽ എന്താണ്, ആ സ്വർഗം ആർക്ക് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചെറിയൊരു നിലയിൽ പരിചയപ്പെടാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സ്വർഗത്തെ പറ്റി പറയുന്നു, ആകാശഭൂമികളോളം വീതിയുള്ളതാണ് സ്വർഗമെന്ന്. അതുപോലെ തന്നെ ഈ സ്വർഗം ആകാശഭൂമിയോളം വീതിയുള്ളതാണെന്ന് പറയുമ്പോ ഇപ്പോ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അപ്പോ ആ സ്വർഗം എവിടെയാണ്? ഇത്രയും ആകാശഭൂമികളോളം വലിപ്പമുള്ള സ്വർഗം നാം എന്താണ് കാണാത്തത്? ശാസ്ത്രീയ വീക്ഷണത്തിനിടയിൽ ഒരു ചർച്ച. ഒരിക്കൽ യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയി. അന്നവരെ ഉമ്മമാരെ കുഞ്ഞുങ്ങളെ കരയുമ്പോൾ എടുത്തു വെച്ചിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി നോക്ക് അമ്പിളിമാമൻ എന്ന് പറയുന്ന അമ്പിളിമാമന്റെ അടുക്കലേക്ക് ലോകത്തിന്റെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ കടന്നു ചെല്ലുകയാണ്. അവിടെ നിന്നും അയാള് തിരിച്ചു വന്നപ്പോ കുറച്ച് പത്രലേഖകർ അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ യൂറി ഗഗാറിൻ, നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോ അയാള് അല്പം ആങ്കാരത്തോടെ പറഞ്ഞു അത്രേ, ഞാനാ അവിടെ ചെന്നിട്ട് ആ ബഹിരാകാശ ലോകത്തിന്റെ മുക്കുമൂലയും തപ്പി, പക്ഷേ മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹുവിനെ മാത്രം ഞാൻ അവിടെ കണ്ടില്ല എന്ന് യൂറി ഗഗാറിൻ പറയുമ്പോ കേരളത്തിലെ മുത്തശ്ശിമൂത്രങ്ങൾ മുഴുവനും അച്ചടിച്ചു വന്നത് ഈ ലോകത്തിലെ മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹു ഈ ലോകത്തിലില്ല, എന്തായാലും ആകാശത്തിലുമില്ല എന്ന് വെണ്ടക്കാച്ചത്തിന് അച്ചടിച്ചു വന്നപ്പോ ഞാൻ ഈ പറഞ്ഞത് യൂറി ഗഗാറിൻ പറഞ്ഞ കാര്യമാ. ആ ആകാശ ലോകത്തിന്റെ മുക്കുമൂലയിൽ ഞാൻ തപ്പി നടന്നു, പക്ഷെ അള്ളാഹുവിനെ മാത്രം ഞാൻ അവിടെ കണ്ടില്ല, ദൈവത്തെ മാത്രം ഞാൻ അവിടെ കണ്ടില്ല, ബാക്കി എല്ലാം തന്നെ അവിടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പാർക്ക് ഫ്ലൈറ്റിലേക്ക് കയറി ചുമ്മയിലും വേഴത്തിലും പോയി തപ്പിയാ പോലും അള്ളാഹുവിനെയോ അവന്റെ സ്വർഗത്തെയോ കാണാൻ കഴിയില്ല. കാരണം എന്തെന്നറിയോ? നമുക്ക് നൽകിയിരിക്കുന്ന ഈ 2 കണ്ണുകളില്ലേ, ആ കണ്ണുകളുടെ ദൂരം വളരെ വളരെ പരിമിതമാണ്. നമ്മൾ അല്പം സമയമെടുത്തൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അത് നമുക്കൊന്ന് മനസ്സിലാവും. ഞാൻ പറയട്ടെ, ഇന്നി ജലിതു ബിഅർബഇ യർമീനനി വസിമാമി കസ്റു മാ ലഹാ തഫതീറു ഇബ്ലീസ വദ്ദുനിയാ വനഫ്സി വൽവറാ യാ റബ്ബി അൻതൽ ഖിലാസി കബീറു. ഒരു 4 കാര്യങ്ങൾ എന്നെ വല്ലാതെ അലട്ടുന്നു. അതിലൊന്ന് ലോകമാ, ശത്രുവിനേറ്റം ശത്രുവും ഇബ്ലീസുമാണത്, ലോകരെ കുഴപ്പിക്കുമേ. 4-മതായി സ്വയം നഫ്സുമാ നീ സൂക്ഷിക്കണേ. ഈ 4 കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശത്രുവാരാണ്?
ശൈത്താനാണ് ശൈത്താൻ. ശൈത്താനെ കുറിച്ച് ഖുർആനിലൂടെ പറയുന്നു, ഇന്ന ശൈത്താന ലക്കും ഫീ അദുവ്വിൻ മുബീൻ. തീർച്ചയായും ശൈത്താൻ മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവാണ്, അവന്റെ ജന്മശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താൻ നരകം നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും, നമ്മളിൽ നിന്ന് സ്വർഗത്തെ വളരെ വളരെ വിദൂരമിലേക്ക് തള്ളി മാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ഇനി ആരാണ് സ്വർഗത്തിലേക്ക് കടക്കുന്നതെന്നറിയോ? നമ്മളിൽ നിന്നും ഒരുപാട് പേർ നമ്മുടെ നാടുകളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരവിടുത്തെ വിദേശിയ, അവിടെ ആഗ്രഹം, അവിടെ കടമ നിർവഹിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു യാത്രക്കാരാ. ഈ ലോകത്തിലേക്ക് അല്പസമയം ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങിയതാ. നമ്മുടെ ഈ വിശ്രമം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാരത്രിക ലോകത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പാരത്രിക ലോകത്ത് നിന്ന് കാലെടുത്ത് വെക്കും. നമ്മളിലേക്ക് ഒരു നാള് മരണത്തിന്റെ മാലാഖമാര് കടന്നു വരുമേ. നമ്മുടെ രൂപമായി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് അവർ ഹാജരാകും. അതിനുശേഷം നമ്മുടെ ലോകമല്ല, ഈ ലോകമല്ല നമ്മുടെ വീട്, ഖബറാണ്. ആ കൂരിന്റെ ഖബറാണ് നമ്മുടെ വീട്. അതിനുശേഷം അള്ളാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാലത്തിൽ ഓതുമ്പോ നാം എല്ലാവരും കൂടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഹാജരാകും. ആ മാശറ വൻസഭയിലേക്ക് ഹാജരാകുമ്പോ അവിടെ നിന്നും അള്ളാഹു ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ നിന്ന് നീ എന്തുമാത്രം സുഖങ്ങൾ അനുഭവിച്ചു, അതിനെക്കുറിച്ചെല്ലാം എന്തുമാത്രം ഞാമത്തുകൾ അനുഭവിച്ചു, അതിനെക്കുറിച്ചെല്ലാം അള്ളാഹു ചോദിക്കും. അതിനുശേഷം നമ്മുടെ എല്ലാ നന്മതിന്മകളെ തൂക്കി നോക്കും. അതിനുശേഷം നന്മതിന്മകളെ എഴുതിയ കിതാബ് വലം കൈയിലോ ഇടം കൈയിലോ നൽകപ്പെടും. അതിനുശേഷം സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടത്തിവിടുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നിട്ട് രണ്ട് ഗ്രൂപ്പുകളായി തിരികെയാണ്. ഫാരിഖുൻ ഫിൽ ജന്ന, ഫാരിഖുൻ ഫിൽ സഈർ. ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആനയിക്കപ്പെടുന്നതിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടവരാണ് യഥാർത്ഥ വിജയികൾ. മറ്റേ കൂട്ടര് പരാജിതരാണ്, മറ്റേ കൂട്ടര് പരാജിതർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നാം ഓർക്കണം, ആ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടവരെയും നരകത്തിലേക്ക് ആനയിക്കപ്പെട്ടവരെയും സ്വർഗം ആർക്കാണ്? സ്വർഗത്തിലെ വിജയി ആരാണ്? ആരെയാണ് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്? അതാണ് നമ്മുടെ വിഷയം. അതിനു മുന്നോടിയായി സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എന്താണ്? ദഴവാസാദ് പാടിയില്ലേ, സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ, അവിടന്ത് മുന്തിരി തോട്ടവും റുമ്മാലും, രസമുള്ളതാ കഥളിപ്പഴം തിന്നാനും, റുഹുൽ നിസാനടുത്തിപ്പഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തോഴികൾ പലരുണ്ട്, അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കൽ കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഖുർആൻ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നു, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ആ സ്വർഗത്തിന്റെ മനോഹരമായ സ്വർഗത്തിന്റെ താഴ്വാരത്തുകൂടി ഒഴുകുന്നത് സുന്ദരമായ അരുവികളാണ്. അതാണ് സ്വർഗം. അവിടുത്തെ അനുഗ്രഹങ്ങൾ എന്തെന്നറിയോ? നിനക്ക് വേണ്ടി പവിത്രരായ ഭർത്താക്കന്മാരെ എപ്പോഴാ വരുന്നതെന്നും കാത്ത് നിന്റെ ഭാര്യമായി അവിടെ നിശ്ചലമായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വിതണപ്പെട്ട മുത്തുമണികളെ പോലെ അവിടെ ചുറ്റിത്തിരിയുന്ന ബാലമാര് നിന്റെ അടുക്കലേക്ക് കടന്നു വരും. മദ്യം നിറച്ച കോപ്പകളുമായി, പലതരത്തിലുള്ള പാനീയങ്ങളുമായി, പഴവർഗ്ഗങ്ങളുമായി, പക്ഷിയിറച്ചിയുമായി നിന്നെ സന്തോഷിപ്പിക്കാൻ. നിനക്കവിടെ മരണമില്ല, വ്യസനമില്ല, വിഷമമില്ല. അതാണ് യഥാർത്ഥ സ്വർഗം, ശാശ്വതമായ സ്വർഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആദ്യം പറഞ്ഞില്ലേ, പാരത്രിക ലോകത്തിലേക്ക് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പോയവരുണ്ടല്ലോ. അതിലെ സ്വർഗത്തിലേക്ക് പോയവര് നേരെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് പോവുകയാണ്. അവിടുത്തെ കവാടത്തിന്റെ മുമ്പില് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർത്തി തുറക്കുകയാണ്. അതിന്റെ അവിടുത്തെ പരിമളം ആസ്വദിക്കുമ്പോ, അവിടുത്തെ ഞാമത്തവരുടെ സമ്മാനങ്ങൾ കാണുമ്പോ അവര് പറയുകയാണ്, അല്ലാഹുവേ, പടച്ചവനെ, നിനക്ക് വേണ്ടി ചെയ്തതൊന്നും പാഴായില്ല റബ്ബേ. നിനക്ക് വേണ്ടി ലോകമിറങ്ങുമ്പോ സാഷ്ടാംഗം വീണത് പാഴായില്ല അല്ലാ. നിനക്ക് വേണ്ടി ഈ ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് വെച്ച് അനുഭവങ്ങളെല്ലാം, സുഖസൗകര്യങ്ങളെല്ലാം പിറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞത് പാഴായില്ല അല്ലാ. അൽഹംദുലില്ലാ എന്നവര് പറയും.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളോട് പറയുകയാണ്, ഏ മനുഷ്യ, നീ ലോകത്തിൽ വന്നിട്ട് ഈ ലോകത്തിന്റെയും പിശാചിന്റെയും കയ്യിൽ പെട്ടിട്ട് നീ ഒരുപാട് തിന്മകളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ പാവങ്ങളെ കുറിച്ച് നീ പരിഭ്രാന്തിപ്പെടണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നീ എന്നോട് പൊറുക്കലിനെ ചോദിക്ക്, ഞാൻ നിനക്ക് പൊറുക്കലിനെ തരാം. നിനക്ക് സ്വർഗമാണോ വേണ്ടത്? ഇനി നീ എന്നോട് സ്വർഗം ചോദിക്ക്, ഞാൻ നിനക്ക് സ്വർഗം തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്ഷണമാണ്, സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആരാണ് യഥാർത്ഥ വിജയി, സ്വർഗത്തിന്റെ അവകാശി ആരാണ്? അതിന്റെ ഉത്തരം ഇതാ, ഒരു മുത്തഖിയായ മനുഷ്യനാണ് സ്വർഗത്തിന്റെ വിജയി, സ്വർഗത്തിന്റെ അവകാശി മുത്തഖിയായ മനുഷ്യനാണ്. നമ്മളെല്ലാവരെയും അല്ലാഹു തആല മുത്തഖിയായ മനുഷ്യനാക്കി ജീവിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ പിടിച്ച് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ ഭാഗ്യം നൽകട്ടെ. സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.